നമസ്കാരം. 2025 മെയ് 14 ദേവഗുരുവായ ബൃഹസ്പതിയുടെ, അതായത് ശുഭ്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശി സംക്രമണം നടക്കുകയാണ്. വലിയതും ശുഭകരമായതും ശുക്രരാശിയിലുള്ളതുമായ വ്യാഴത്തിൻ്റെ ഈ മഹാമാറ്റം, മഹാസംക്രമണം 12 കൂറുകാർക്കും ഉൾപ്പെട്ടിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അഥവാ മാറ്റം വിവിധ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 ആണ് വ്യാഴം അഥവാ ബൃഹസ്പതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വ്യാഴ സംക്രമണം മൂലം വിവിധ രാശികളിലും ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ വരുന്നുണ്ട്. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 നിലവിലുള്ള എടവം രാശി മാറി മെയ് 15 പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:30 വ്യാഴം മിഥുനം രാശി വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ വക്രഗതിയിലേക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായാണ് ജ്യോതിഷ സങ്കല്പം. വ്യാഴം മഹാമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവയോഗ്യമാവുന്നു. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ്. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, നിയമം, ഗുരു, ആത്മീയത, മതം, തത്വചിന്ത, സാഹിത്യം, കാര്യങ്ങളുടെ വികാസം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ വ്യാഴം ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ഗ്രഹമായാണ് ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും എല്ലാ രാശിക്കാരിലും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വ്യാഴം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം എത്രത്തോളം ഗുണപരമായ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ശത്രുവായ ബുധരാശിയിൽ വരുന്നത് പോലെ മിഥുന രാശിയിലും വ്യാഴത്തിൻ്റെ അന്തസ്സ് അല്പം നഷ്ടപ്പെടുന്നതായി കാണാം. എന്നാൽ വ്യാഴവും ബുധനും ശുഭഗ്രഹമായി തുടരുന്നതിനാൽ ഈ സംക്രമണം നിർജീവ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വ്യാഴ ബുധ ശത്രുത സൂര്യൻ, ശനി അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ പോലെയുള്ള കടുത്ത ശത്രുതയല്ല. ഇത് വിയോജിപ്പിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ മാത്രം ശത്രുതയാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ശത്രുരാശിയിൽ പോലും ഇതിന് ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. മകരം, കുംഭം എന്നിവയിലെ പോലെ ഇത് പൂർണ്ണമായും ബുദ്ധിമുട്ടുള്ളതോ നിയന്ത്രണാത്മകമോ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും കൂട്ടായ സ്വാധീനം അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രഹം ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ രാജാവോ ഭിക്ഷക്കാരനോ ആക്കുകയില്ല. എന്നാൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം, അതായത് വ്യാഴത്തിൻ്റെ സംക്രമണം, തീർച്ചയായും കൂട്ടായ സ്വാധീനത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നതാണ്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവും ശുഭ്രവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലുള്ള ഒരു വലിയ ഗ്രഹം ഒരു വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂവിഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ നക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷത്തിൽ പ്രഥമ തിഥിയിൽ വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ വ്യാഴത്തിൻ്റെ മഹാസംക്രമണവും പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എടവത്തിലാണ്, എടവം രാശിയിലാണ്. വ്യാഴത്തിൻ്റെ സംക്രമണ കാലയളവ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 2025 മെയ് 14 മിഥുന രാശിയിൽ പ്രവേശിക്കുകയും 2025 ഒക്ടോബർ 18 വരെ അവിടെ തുടരുകയും ചെയ്യും. തുടർന്ന് അത് കർക്കിടകത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് 2025 ഡിസംബർ 5 വീണ്ടും മിഥുന രാശിയിൽ തിരിച്ചെത്തി 2026 ജൂൺ 2 വരെ അവിടെ തുടരുന്നതാണ്. വ്യാഴം മിഥുന രാശിയിലേക്കാണ് സംക്രമം നടത്തുന്നതെങ്കിൽ ഈ വലിയ ഗുരുസ്ഥാനത്തുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുവെന്ന് പറയാം. വ്യാഴത്തിൻ്റെ വക്രഗതി കാലയളവ്, അതായത് പ്രതിലോമ കാലയളവ് 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെ ആകുന്നു. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് അടുത്തായിരിക്കും. അതിനാൽ ഇനി പറയുന്ന ഫലങ്ങൾ ഈ സമയത്ത് കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം വിശ്വാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായതിനാൽ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെയോ പഠിപ്പിക്കലുകളെയോ അതുമല്ലെങ്കിൽ ഗുരുനാഥന്മാരെക്കുറിച്ചോ നാം ചിന്തിക്കേണ്ട സമയമാണ്. മിഥുനത്തിൽ വ്യാഴം ശത്രുസ്ഥാനത്താണ്. അതായത് വ്യാഴവും മിഥുനവും കർത്താവും ബുധൻ ഇരുവരുടെയും ശത്രുവുമാണ്. എന്നാൽ ശത്രുവാണെങ്കിലും വ്യാഴം മിഥുനം ബുധൻ കൂട്ടുകെട്ടിലൂടെ അധ്യാപനം, അറിവ്, നേട്ടവും അറിവ് പങ്കിടലും കൂടാതെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും ഉന്നമനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേട്ടത്തിനും അറിവ് പങ്കിടലിനും ഈ സംക്രമണ സമയം വളരെ മികച്ചതാണ്. അവരവരുടെ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഉദാഹരണമായെടുക്കാം. ചുരുക്കത്തിൽ മിഥുനത്തിൽ വ്യാഴത്തിന് ആളുകളെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. വ്യാഴ സംക്രമണ സമയത്ത് കൂടുതൽ യാത്രകളും യാത്രാനുഭവ ഫലങ്ങളും സിദ്ധിക്കുന്നതുമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമണ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയവിനിമയവും വിവരഫലവും വളരെ ഉയർന്നതായിരിക്കുമെങ്കിലും വിവരപ്രവാഹം വളരെയധികം വേഗത്തിലുള്ളതായിരിക്കും. ഏത് വിവരങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കുകയും നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് വിവരങ്ങളാണ് സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏതാണ് നിരസിക്കേണ്ടത് അഥവാ തള്ളിക്കളയേണ്ടത് എന്നെല്ലാം വളരെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംക്രമണകാലം മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത്
അതിനനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം വളരെ അഭിലഷണീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദശകൾ. എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മഹാസംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ചെയ്യില്ലെന്ന് ഇതിനർത്ഥമില്ല. ഏകദേശം 13 മാസത്തെ സമയം എല്ലാവർക്കും തന്നെ ചില ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ മതിയായ സമയമാണ്. വ്യാഴം ഓരോ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഫലം നമുക്ക് അതാത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും നൽകുന്നു. വ്യാഴം ഗുരുവാണ്. നമ്മെ ജീവിതാനുഭവങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തരാക്കുന്നു. ഈ വ്യാഴ സംക്രമണത്തിൽ വ്യാഴം മാത്രമല്ല സംക്രമണം ചെയ്യുന്നത്. മെയ് 12 മുതൽ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായും മാറ്റം സംഭവിക്കുന്നത്. മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇതേ സമയം രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലേക്ക് മാറുന്നു. ഈ ഗ്രഹങ്ങളുടെ കൂട്ടായ മാറ്റം എല്ലാ രാശിക്കാർക്കും ആ രാശികളിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അനേകം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് തുലോം വളരെയധികം ഗുണഫലമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ത്രേതായുഗ രാശിയിൽ നിന്നും ദ്വാപരയുഗ രാശിയിലേക്കുള്ള പ്രവേശനം സംഹാര രാശിയായി മിഥുനത്തിൽ വരുന്നു. ശനി തുലാം രാശിയിൽ കൂടെ രാഹുവും വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. നവഗ്രഹങ്ങളിൽ വലുതും സ്ഫടിക സാദൃശ്യവുമായ വ്യാഴത്തിൻ്റെ സ്ഥാനചലനം ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളിലും വിശിഷ്ടമായി മനുഷ്യജീവിതത്തിലും സുഖദുഃഖങ്ങൾ നൽകുന്നു. ഗുരു എല്ലാ ദോഷങ്ങളും പരിഹരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രവചനം. ഗുരു എന്നാൽ വ്യാഴം. ലക്ഷം ദോഷാ ഗുരോഹന്തി എന്നാണ് പ്രമാണം. ജനനായകനായ ഗുരു നിലനിൽപ്പിന് ആധാരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ആഹാരത്തെ ഊർജമാക്കുന്ന വയറിൻ്റെ 5ാം ഭാവകാരക ഗ്രഹമാണ് വ്യാഴൻ. ആദിത്യനാണ് സ്വക്ഷേത്ര ബലവാനെങ്കിലും പ്രവർത്തനക്ഷമതയിൽ ന്യൂനത വരുമ്പോൾ ഗുരു സംഹാരകനായി മാറുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ബലഹീനത സംഭവിച്ചാലും ഗുരുബലമുണ്ടെങ്കിൽ ശുഭഫലം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ജാതകത്തിൽ ധനഭാവം, സന്താനഭാവം, ഭാഗ്യഭാവം, ലാഭഭാവം, കർമ്മഭാവം എന്നിവയുടെ കാരകത്വം ഗുരുവിനാണ്. കാലപുരുഷൻ്റെ ഭാഗ്യഭാവവും വ്യയഭാവവും ഗുരുവിനാണ്. ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഗുരുവിന് കഴിയും. ശനി ഇപ്പോൾ തുലാം രാശിയിൽ രാഹുവിനോട് ചേർന്ന് ന്യായാധിപനെ പോലെ കള്ളത്തിന് കൂട്ടുനിൽക്കാതെ അധർമ്മികളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്നു. ശനി സാവകാശം ഉപദ്രവിക്കുമെങ്കിലും വ്യാഴം പെട്ടെന്ന് നീതി നടപ്പാക്കുന്നു. അതാണ് ഗുരു. ഗുരു ശനി രാഹുബന്ധം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഫലനഷ്ടം രോഗപ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് കർമ്മപഥത്തിലെത്തും. താൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കും. കരൾ രോഗം, പ്രമേഹം, ഓജക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുന്നതായി കാണാം. കൂടാതെ വ്യാഴത്തിന് ബലമില്ലാത്തവർക്കും ഈ സമയത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും കുജനും ഒരുമിച്ച് മിഥുനം രാശിയിൽ നിൽക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം ഈ മഹാസംക്രമണത്തിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി ചോതി നക്ഷത്രത്തിലും വിശാഖത്തിലുമായി സഞ്ചരിക്കുന്നു. രാഹു വിശാഖത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്യുന്നവരാണ്. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്ന ശനിയും രാഹുവും കേതുവും വ്യാഴവും മിഥുനൻ രാശിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ സംക്രമണം, വ്യാഴത്തിൻ്റെ മഹാമാറ്റം ജ്യോതിശാസ്ത്രപരമായി ഒരു മഹാസംക്രമണം തന്നെയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
വ്യാഴം, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ മഹാസംക്രമണം 12 രാശികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2025 വ്യാഴത്തിൻ്റെ മഹാസംക്രമണം ചിങ്ങൻ രാശിക്കാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് 11ാം ഭാവമാണ് വ്യാഴത്തിന്. വരുമാനം, സാമൂഹികമായ ബന്ധങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയാണ്. വ്യാഴത്തിൻ്റെ വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 3ാം ഭാവം ശ്രമങ്ങൾ, അതായത് പരിശ്രമങ്ങൾ, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടത്. 5ാം ഭാവം സന്താനങ്ങൾ, സർഗാത്മകത. 7ാം ഭാവം വിവാഹം, ദാമ്പത്യം, ബിസിനസ്. ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ സാമൂഹിക ബന്ധങ്ങൾ, മൂത്ത സഹോദരങ്ങൾ, അഭിലാഷങ്ങൾ, നേട്ടങ്ങൾ, ദീർഘകാല ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം, സാമ്പത്തിക വളർച്ച, നെറ്റ്വർക്കുകളുടെ വികാസം, സ്വാധീനമുള്ള ആളുകളിൽ നിന്നുള്ള പിന്തുണ, കരിയർ, ബിസിനസ് എന്നിവ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്കിങ്ങിലൂടെയോ ടീം വർക്കിലൂടെയോ ശക്തമായ നേട്ടങ്ങളാണ്. സാമൂഹികമായോ സാങ്കേതികപരമായോ ഉള്ള നേട്ടങ്ങൾക്ക് വളരെ അനുകൂലമാണ്. സാമ്പത്തിക രംഗം നോക്കുകയാണെങ്കിൽ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നോ സാമൂഹികമായ ബന്ധങ്ങളിൽ നിന്നോ ഉള്ള പെട്ടെന്നുള്ള നേട്ടങ്ങൾ കാണുന്നു. ആരോഗ്യം നോക്കുകയാണെങ്കിൽ പൊതുവെ മധ്യമ ആരോഗ്യമാണ്. എന്നാൽ മാനസിക സമ്മർദ്ദവും വളരെ വൈകിയുള്ളതും അസമയത്തുമുള്ള ഉറക്കം, യാത്രകൾ ഒഴിവാക്കേണ്ടതുണ്ട്. വ്യക്തിജീവിതം, സാമൂഹിക ജീവിതം വികസിക്കുന്നു. പുതിയ സൗഹൃദങ്ങൾ പൂവണിയുന്നു. ചില സൗഹൃദങ്ങൾ ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളായി തുടർ ജീവിതത്തിൽ ഗുണം ചെയ്യുന്നു. ഇനി വിശദമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിലൂടെയും പുതിയ സുഹൃത്തുക്കളിലൂടെയും വികസിപ്പിച്ച സാമൂഹിക വലയത്തോടെയും ഒരു ഭാഗ്യകരമായ ഘട്ടം കാത്തിരിക്കുന്നു. വ്യാഴം കരിയർ ഉയർച്ചയെയും നെറ്റ്വർക്കുകളിലൂടെയുള്ള നേട്ടങ്ങളെയും മികച്ച കുടുംബ സന്തോഷത്തെയും പിന്തുണയ്ക്കുന്നു. വ്യാഴത്തിൻ്റെ 3, 5, 7 എന്നീ ഭാവങ്ങളിലെ ശക്തമായ വശങ്ങൾ സൃഷ്ടിപരമായ ആവിഷ്കാരത്തെയും പ്രണയവികാസങ്ങളെയും കുടുംബ അഭിവൃദ്ധിയെയും കാണിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ചിങ്ങരാശിയിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായുള്ള ഫലങ്ങളാണ് നൽകുന്നത്. പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിക്കുന്നതായും സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതായും കൂടാതെ സന്താനങ്ങൾക്ക് പുരോഗതി, കുടുംബാംഗങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളെല്ലാം തന്നെ നിറവേറ്റുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം നേട്ടങ്ങൾ, ഉപരിപഠനത്തിനുള്ള അവസരങ്ങളും ലഭിക്കും. കൂടാതെ വളരെ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗുരുവായ വ്യാഴം കർമ്മസ്ഥാനത്തു നിന്ന് ലാഭത്തിലേക്ക് വരികയാണ്. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വ്യാഴം 11ലേക്ക് വരുന്നതോടെ ഈ കൂറുകാരെ ഇതുവരെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഓരോന്നായി പരിഹരിക്കപ്പെടുന്നതാണ്. കൂടാതെ ഗുരുവിന് ഇവിടെ 3ലേക്കും 5ലേക്കും 7ലേക്കുമുള്ള ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ വളരെ അത്ഭുതപൂർവമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് ഈ വ്യാഴ സംക്രമണ കാലയളവിലുണ്ടാവുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും വന്നു ചേരുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നില്ല. അസാധ്യമായ പലതും സാധിച്ചെടുക്കാവുന്ന സമയമാണ്. സാമൂഹിക ബന്ധങ്ങൾക്കുള്ള അവസരങ്ങൾ പ്രാപ്തമാകുന്നു. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. പുതിയ സൗഹൃദങ്ങൾ മുഖേനയുള്ള അഭിവൃദ്ധി കാണുന്നുണ്ട്. ഇനി മുതിർന്നവരുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹത്താൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനം, പുണ്യസ്ഥല ദർശനം എന്നിവ വന്നു ചേരുന്നു. എന്നാൽ നിങ്ങളെ വാത, രക്ത, കഫ സംബന്ധമായ ചില രോഗങ്ങൾ താൽക്കാലികമായാണെങ്കിലും അസ്വസ്ഥമാക്കുന്നതാണ്. മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും പല വിധത്തിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും വരുവാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ
ചെയ്യാത്ത തെറ്റിന് അപവാദം കേൾക്കേണ്ടി വരുന്നതിനാൽ അല്പം കരുതൽ ഉണ്ടാവുന്നത് നന്ന്. വിവാഹ ജീവിതത്തിൽ പൊതുവെ സമാധാനം, എന്നാൽ ചില മേഖലകളിൽ രഹസ്യപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതും അത് പിന്നീട് പരസ്യമാവുകയും ചെയ്യുന്നതിനാൽ മനസ്സ് അസ്വസ്ഥമാകുന്നതാണ്. നവീന ഗൃഹാരംഭത്തിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒട്ടും ആലോചന കൂടാതെയുള്ള പ്രവൃത്തിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പലവിധ ദുരിതങ്ങൾക്കുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുക്കുന്ന കരാർ ജോലികളിൽ നിന്നും നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുന്നത് അഭികാമ്യം. പുതിയ കർമ്മമേഖലകളിലോ പുതിയ ജോലികളിലോ ഏർപ്പെടുന്നതാണ്. കുടുംബസ്വത്ത് ഭാഗം വെച്ച് അതിൽ നിന്നും ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു. വിദേശയാത്ര സഫലമാകുന്നതാണ്. പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും ആദ്യം തടസ്സങ്ങൾ നേരിടാമെങ്കിലും പിന്നീട് വിജയവും ഫലാർഹമായ കാര്യങ്ങളുമാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പലതരം അസ്വസ്ഥതകളും ഉണ്ടാകുമെങ്കിലും പൊതുവെ സമാധാനപരമായിരിക്കും. പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ ഇഷ്ടജനങ്ങളിൽ നിന്നുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വളരെ അടുത്തവരുമായുള്ള സഹവാസം ശ്രദ്ധിക്കുന്നത് അഭികാമ്യമാണ്. നിങ്ങൾ പുതുതായി ഏർപ്പെടുന്ന സജീവ പ്രവർത്തനങ്ങളിലോ മത്സര പ്രവർത്തനങ്ങളിലോ വിജയിക്കുവാനുള്ള സാധ്യത വളരെയധികമാണ്. ഇനി വിവാഹിതരായവർക്ക് സന്താനങ്ങളുടെ വിജയത്തിൽ അഭിമാനിക്കുവാനുള്ള അവസരങ്ങൾ പ്രാപ്തം. കുറേ നാളായുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്ന സമയമാണ് വ്യാഴം തരുന്നത്. നിർത്തിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടുന്നു എങ്കിലും ശുഭമായി തന്നെ വരുന്നതാണ്. നറുക്കെടുപ്പ്, സമ്മാന പദ്ധതി എന്നിവയിൽ കൂടിയുള്ള വിജയമുണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നു. ജോലിക്കാർക്ക് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്താലും അവയിലൊന്നും തന്നെ വിജയിക്കാൻ കഴിയാതെ വരുന്നു. അനാവശ്യമായി മനസ്സ് ദുഃഖിക്കാൻ ഇടവരുന്നു എങ്കിലും ശാശ്വതമായ വിഷമതകൾക്കുള്ള സാധ്യത തീർത്തും ഇല്ലെന്നു തന്നെ പറയാവുന്നതാണ്. ഇനി യാത്രാസംബന്ധമായ രേഖകൾ കരസ്ഥമാകുന്നതാണ്. കൂടാതെ വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യാവസരങ്ങളും വിദേശത്ത് സ്ഥിരതാമസത്തിനായി ശ്രമിക്കുന്നവർക്കും കൈവരുന്ന ആഗ്രഹ സാഫല്യം മനസ്സിനെ സന്തോഷവും സമാധാനവുമുള്ളതാക്കുന്നു. സർക്കാർ തലത്തിൽ ജോലി ഏറ്റെടുക്കുമ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ അത് തീർക്കാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ നിങ്ങൾക്ക് ദൈവാധീനം വളരെയധികം ഉള്ളതിനാൽ തന്നെ ഏത് കർമ്മമണ്ഡലമോ ജോലിയോ ആയാലും അതെല്ലാം തന്നെ ശുഭമായി വിജയിപ്പിക്കുവാൻ സാധിക്കുന്നു. ചില അപകടങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാഴസംക്രമണ ഫലമായി ചില പരിവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു. ഗുരുതരമല്ലെങ്കിലും ഈ പരിവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയുടെ സൂചകങ്ങളാണെന്ന് ഓർക്കുക. വ്യാഴം ദൈവാധികാരകനാകയാൽ നിങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് കാണുന്നത്. രാജബഹുമാനം, പുരസ്കാരലബ്ധി, നേതൃസ്ഥാനമലങ്കരിക്കൽ, കൂടാതെ രാഷ്ട്രീയ സംഘടനകളുടെയോ സാമൂഹിക സംരംഭങ്ങളുടെയോ ആരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക, സഹോദരാദികളുടെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയവയും അനുഭവയോഗ്യം. ചിങ്ങൻ രാശിയിലുള്ള മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രജാതർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ ഇടവമാസത്തിൽ വന്നു ഭവിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ വളരെയധികം സന്തോഷവാനാക്കുന്നു. വ്യാഴ സംക്രമണ ഫലമായി ഒരു തരത്തിലും ജീവിതത്തിൽ എന്നേക്കുമായുള്ള പരാജയം നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കിയുള്ള കുടുംബജീവിതം സാധ്യമാവുന്നതായി കാണാം. ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികൾ വരുമെങ്കിലും ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നതായി കാണുന്നില്ല. താൽക്കാലികമായി അനുഭവപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുവാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. പുതിയ കർമ്മമേഖലകളിലെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. പുതിയ വാഹനയോഗം കാണുന്നുണ്ട്.
അത്ഭുതപൂർവമായ സാമ്പത്തിക നേട്ടവും നിങ്ങളെ തേടിയെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ദൈവാധീനവും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതായി കാണാം. ചിങ്ങം രാശിയിലെ നക്ഷത്രജാതർക്ക് അവർ ആഗ്രഹിക്കുന്ന പല നേട്ടങ്ങളും ഈ ഇടവമാസത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ജോലിയിലോ കർമ്മ മണ്ഡലങ്ങളിലോ ഉള്ള ഉയർച്ചയും സന്തുഷ്ടമായ കുടുംബജീവിതവും നിങ്ങൾക്ക് നവോന്മേഷം പ്രദാനം ചെയ്യുന്നു. പ്രമോഷനും ശമ്പള വർധനവും തേടിയെത്തുന്നതായി കാണാം. കർമ്മരംഗത്തുണ്ടാവുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പലവിധത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു. അവിവാഹിതർക്കാണെങ്കിൽ വിവാഹയോഗം, സന്താനഭാഗ്യം, കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നത് നന്ന്. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുണം ചെയ്യുന്ന യാത്രകളോ കർമ്മമണ്ഡലങ്ങളുടെ മാറ്റമോ അസ്വസ്ഥതകളോ എല്ലാം ഉണ്ടാകുന്നതാണ്. അതിനാൽ അതിലൊന്നും തന്നെ മനസ്സ് പതറാതെ ഈശ്വര ചിന്തയോടെ തികഞ്ഞ ലക്ഷ്യബോധത്തോടെയുള്ള ജീവിത സമീപനം സമാധാനത്തിലേക്കും ജീവിത വിജയത്തിലേക്കും നിങ്ങളെ എത്തിക്കുന്നു. ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും സംക്രമണമാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നത്. ചിങ്ങൻ രാശിയുടെ അധിപനാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ മാറ്റം പലവിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പലപ്പോഴും കരിയറും ബിസിനസ്സും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതുപോലെ തന്നെ ചിങ്ങത്തിലെ കേതുവിൻ്റെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതായി കാണാം. നിങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ആത്മീയ കാര്യങ്ങളിൽ ഉപേക്ഷയുണ്ടായിരുന്നവർക്ക് പോലും പലവിധ കാരണങ്ങളാൽ ദൈവചിന്തയും ദാനധർമാദികൾ ചെയ്യുവാനുള്ള ആഗ്രഹവും പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങളും വ്യാഴം പ്രദാനം ചെയ്യുന്നു. വ്യാഴ സംക്രമണ കാലയളവിൽ വ്യാഴപ്രീതികരങ്ങളായ കാര്യങ്ങൾ നടത്തുന്നത് ഗുണഫലാർഹമാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രജാതർ ഈ കാലയളവിൽ മഹാവിഷ്ണു ഭജനവും സാധ്യമായ വഴിപാടുകളും നടത്തുന്നതും കഴിയുന്നതും അവരവരുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ തന്നെ ശ്രീകൃഷ്ണ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. ജാതിമത ഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി കഴിയുന്ന പോലെ വഴിപാടുകൾ നടത്തുന്നതും സാധു സഹായം, അന്നദാനം, മറ്റു ദാനാദിധർമ്മങ്ങൾ എന്നിവ നടത്തുന്നതും നിങ്ങൾക്കുള്ള ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും സഹായിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846
797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.